ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വിസ് ബെറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്ക് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു സ്നാക്കാണിത്. നമുക്ക് ഇഫ്താറിനും അതുപോലെ തന്നെ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 75 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ അത്ര താല്പര്യമില്ലെങ്കിൽ മാത്രം ഓയിൽ, സൺഫ്ലവർ ഓയിലോ മറ്റോ ഉപയോഗിക്കാം. ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഈ ബട്ടറൊന്ന് ഉരുകി വരട്ടെ. ബട്ടറെല്ലാം നല്ല പോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മൈദ ഇട്ട് അപ്പം തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, കാരണം ഇത് കരിഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. മൈദയുടെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഒരു അരക്കഷ്ണം സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത സവാളയാണിത്. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. ക്യാമറ ഓൺ ആയിരുന്നില്ല. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു അരഭാഗം നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം മസാലയെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായി വരും. അപ്പം നമുക്ക് മൂടി വയ്ക്കാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫ്, ഒരു 250 ഗ്രാം ബീഫ് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട്, അതായത് മുളക് പൊടി, ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി കൂട്ടിയിട്ട് ഒന്ന് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് റെഡിയാക്കി വെക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരുമെല്ലാം നമ്മുടെ ക്യാരറ്റിലൊക്കെ ശരിക്കും പിടിച്ചു വരുന്ന രൂപത്തിൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് എരിവുണ്ടായിരുന്നു ഇത്. നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മുളക് പൊടിയൊക്കെ ശരിക്കും മിക്സായി വരുന്ന രൂപത്തിൽ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ഇട്ടിട്ട് നന്നായി അങ്ങ് മിക്സാക്കി കൊടുക്കുകയാണ്. പൊട്ടാറ്റോയിൽ നമ്മുടെ മസാല, ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കവും മുളക് പൊടിയൊക്കെ ശരിക്കും മിക്സ് ആവുന്ന രൂപത്തിൽ നമുക്ക് അങ്ങ് ഇളക്കി കൊടുക്കാം. നന്നായി അങ്ങ് ഇളക്കണം. അടുത്തതായി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഫോണുകളിലേക്ക് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ മസാലയിൽ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ കബാബ് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ നേരത്തെ റെഡിയാക്കിയ മസാല ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട പൊട്ടിച്ച് വെറുതെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സേമിയ കൂടി എടുത്തിട്ട്
നമ്മുടെ മസാലയിൽ നിന്ന് നമുക്ക് ഓരോ ബോൾ വീതം എടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോളാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ കൈവെള്ളയിൽ കുറച്ച് ഓയിൽ തടവിയാൽ നല്ലതാണ്. 2 കൈയിലും ഓയിലൊന്ന് തടവിയതിന് ശേഷമാണ് നമ്മളിത് ബോളും ഷേപ്പൊക്കെ ആക്കേണ്ടത്. ദേ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ബോളാക്കിയതിന് ശേഷം ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാക്കി കൊടുക്കുക. കണ്ടോ, ഇതിന് അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സേമിയയിലിടാം. എന്നിട്ട് സേമിയ കൂടി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. നമ്മുടെ കബാബ് കണ്ടോ, സേമിയ കോട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കബാബ്സ് എല്ലാം ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേമിയയിലും എഗ്ഗിലും എല്ലാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് പൊരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിലാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ, എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ചുള്ള പാത്രത്തിനനുസരിച്ചുള്ള ഓയിൽ ഉപയോഗിക്കാം. നമ്മുടെ ഓയിൽ ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത്. അപ്പം നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് കൂടുതൽ ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സേമിയ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതായി വരും. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ ലോ ഫ്ലെയിമിലിടുന്നതുകൊണ്ട് ഇതിൽ ഓയിലൊന്നും ആവില്ല. ഇപ്പോൾ ഇതിൻ്റെ 2 വശം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡിഫറൻറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കബാബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റഷ്യൻ കബാബ്സ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. ഇത് നമുക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെയോ ഒക്കെ കഴിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റമളാനിന് ഇഫ്താറിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 4 മണിക്ക് ചായയുടെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബറി.